അതായത് ഇവിടെ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററാണ് മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ് 8ത്തെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചിട്ടും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് രണ്ടും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഫണ്ടമെൻ്റൽ ആയിക്കോട്ടെ അതുപോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആയിക്കോട്ടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ അർത്ഥാക്കണത്? ഇപ്പോൾ നമ്മളുടെ സാധാരണ വീട്ടിലുള്ളൊരു സെൻറ്റിമീറ്റർ എന്ന് പറയാം, ഒരു സെൻറ്റിമീറ്റർ അളന്നെടുക്കാമെന്ന് പറഞ്ഞിരിക്കും. ഒരു 15 സെൻറ്റിമീറ്റർ സ്കെയിൽ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ സ്കെയിലല്ല മാക്സിമം വീട്ടിലുണ്ടാവണ ലെങ്ത്തുള്ള സ്കെയിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ 1 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക, അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക, അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും 2.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വിടുത്തുള്ള ഒരു റെക്റ്റാങ്കിൾ അളന്നുണ്ടാക്കുക. അതൊക്കെ നമ്മൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരച്ച് കാണിക്കാനൊക്കെ പറ്റും. നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള ഇങ്ങനത്തുള്ള ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ ഫണ്ടമെൻ്റൽ ഡിറൈവ്ഡ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ പറയുന്നത്. എന്താ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. ലെങ്ത്ത്, ഇവിടെ പറയുന്ന ലെങ്ത്ത്, അതുപോലെ മാസ്, ഇലക്ട്രിക്കൽ കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റാൻസ്, ലുമിനസ് ഇൻറ്റൻസിറ്റി, ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അവന്മാരെല്ലാവരെയും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് നോക്കാം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ദി ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് cannot be expressed in the terms of other quantities. അതായത് ഇപ്പോൾ ലെങ്ത്ത് നമ്മളോട് പറയാമെന്നായിരിക്കും, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, അതൊന്നിനും ഡിപ്പെൻഡ് ചെയ്തെടുക്കുന്നില്ല. ഇപ്പോൾ ഫോഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാസിൻ്റെ ആക്സലറേഷനാണ്. അത് മാസിൻ്റെ ആക്സലറേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫോഴ്സ് നിൽക്കുന്നത്. ഇപ്പോൾ ആക്സലറേഷൻ എടുക്കുക, ആക്സലറേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ്. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈമാണ്. ഇപ്പോൾ വെലോസിറ്റി എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഈ ഫോഴ്സ്, ആക്സലറേഷൻ, വെലോസിറ്റി ഒക്കെ എന്താ? ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. മറ്റുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ലെങ്ത്ത്, ടൈമിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ലെങ്ത്ത് എന്ന് മാത്രം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണ്ട, ഇല്ല, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയണത് ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറയണത്. അതൊന്നിനും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണില്ല. അതുകൊണ്ടൊക്കെയാണ് ഇവിടെ മാസ്, ലെങ്ത്ത്, ടൈം, ടെമ്പറേച്ചറിനൊക്കെ നമ്മൾ എന്ത് പറയണത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഇവന്മാരുടെ ടേംസിൽ ഡിപ്പെൻഡൻ്റ് ആയി നിൽക്കണം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഏരിയ, ഒരു ക്ലാസ് റൂമിൻ്റെ ലെങ്ത്ത് എടുത്ത്, അതായത് ഏരിയ, അതുപോലെ തന്നെ ഇവിടെ വോളിയം മെഷർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ഈ ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാരണമാണ് അതിനെന്ത് പറയണത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്.